വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വിവിധ സംഘടനകളും സമർപ്പിച്ച റിട്ട് ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചു. അതിൽ വിശദമായ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അതൊരു ഉത്തരവായിരുന്നില്ല യഥാർത്ഥത്തിൽ. അന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീം കോടതിക്ക് ചില ഉറപ്പുകൾ കൊടുത്തു. ആ ഉറപ്പുകൾ പ്രകാരം ഈ വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഇനി കോടതി സുചിന്തിതമായൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെ ഞങ്ങൾ നാമനിർദ്ദേശം ചെയ്യുകയില്ല എന്നുള്ളായിരുന്നു ഒരെണ്ണം. പിന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് കാലാകാലങ്ങളായിട്ട് വഖഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് ഉടനെ എടുത്തു ചാടി ഒരു തീരുമാനം ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ചെറിയ ചില ഉറപ്പുകളാണ് കൊടുത്തത്. ആ ഉറപ്പുകൾ സുപ്രീം കോടതി രേഖപ്പെടുത്തി പിന്നീട് വിശദമായി വാദം കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വാദം കേട്ടു. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സാമാന്യം വിശദമായ ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഈ ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെ നമ്മുടെ നാട്ടിലെ വിവിധ പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു. ഞാനത് പലതും കേട്ടു. ഈ അഞ്ജനമെന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന രീതിയിലായിരുന്നു മിക്കവാറും എല്ലാവരും അവരുടെ സാമുദായികവും രാഷ്ട്രീയവുമായ പക്ഷപാതിത്വങ്ങൾക്കനുസരിച്ച് അടിച്ചുവിട്ടത്. ഇന്നിപ്പോൾ ഈ നേരമാകുമ്പോഴത്തേക്കും പലർക്കും വീണ്ടും വിചാരമുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു ഉത്തരവല്ല ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഇതിൽ നിന്ന് കിട്ടിയില്ല, ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദം ഇതാണ്, എട്ടണമെങ്കിൽ എട്ടണ കിട്ടണതായി എന്ന രീതിയിലാണ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇതിൽ വിജയം അവകാശപ്പെടുന്നുണ്ട്, പ്രതിപക്ഷവും വിജയം അവകാശപ്പെടുന്നുണ്ട്, വിവിധ മതസംഘടനകളും സാമുദായിക സംഘടനകളും മുനമ്പൻ നിവാസികളും എല്ലാവരും വിജയം അവകാശപ്പെടുന്നുണ്ട്. ഒരു കേസിലും എല്ലാവരും കൂടി ജയിക്കുക എന്നുള്ളത് സാധ്യമല്ല. മാത്രവുമല്ല, ഇത് അന്തിമ വിധിയല്ല. ഇപ്പോൾ 3 അംഗ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 5 അംഗങ്ങളോ 7 അംഗങ്ങളോ ഉള്ള ഒരു ബെഞ്ച് ഇതിൻ്റെ തലനാരിഴ കീറി ഏതെങ്കിലും ഒരു കാലത്ത് പരിഗണിക്കും, എന്നിട്ട് ഒരു അന്തിമ വിധി പ്രഖ്യാപിക്കും എന്നുള്ള ഉറപ്പാണ്. തൽക്കാലം അതുവരെ നമുക്ക് ഈ ഇടക്കാല വിധിയുമായിട്ട്, ഇടക്കാല വിധിയല്ല, ഇടക്കാല ഉത്തരവാണ്, ഈ ഉത്തരവും വിധിയും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല, ഇടക്കാല ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാൻ മാർഗമുള്ളൂ. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതൊന്നുകൂടി ആവർത്തിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഈ ഏതൊരു നിയമനിർമ്മാണത്തിൻ്റെ ആണെങ്കിലും, അത് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയതാണെങ്കിലും പാർലമെൻറ്റ് പാസ്സാക്കിയതാണെങ്കിലും, ആ നിയമത്തിൻ്റെ അന്തിമ വിധിയിൽ മാത്രമേ സുപ്രീം കോടതി സാധാരണയിൽ ഇടപെടുകയുള്ളൂ. ഒരു നിയമനിർമ്മാണത്തിന്, പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന് അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയ ഒരു നിയമത്തിന് സ്റ്റേ കൊടുക്കുക എന്നുള്ളത് വളരെ അപൂർവത്തിൽ അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഏതൊരു നിയമവും പാസ്സാക്കുമ്പോൾ അത് ഭരണഘടനാനുസൃതമാണ് എന്നുള്ളതാണ് അനുമാനം. ആ അനുമാനത്തെ മുറിച്ചു കിടക്കുന്നതിന്, അതിനെ മറികടക്കുന്നതിന് അത്ര എളുപ്പമല്ല. അത് ഇടക്കാല ഉത്തരവ് വഴിക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പണ്ട് തൊട്ടേ ഉള്ള ഒരു സങ്കല്പമല്ല, അതാണ് കീഴ്വഴക്കം, അതാണ് നാട്ടു നടപ്പ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ഉത്തരവിനെ കാണാനായിട്ട്. ഇപ്പോൾ ഏതാനും വ്യവസ്ഥകൾക്ക് മാത്രമേ സുപ്രീം കോടതി സ്റ്റേ കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ ഏതാനും ചിലതിൽ മാത്രമേ സുപ്രീം കോടതി ഇടപെട്ടുള്ളൂ എന്ന് കരുതി ഇതായിരിക്കും അന്തിമ വിധി എന്നാരും വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ ആ സ്റ്റേ ചെയ്യാത്ത വ്യവസ്ഥകൾ കൂടിയും വേണമെങ്കിൽ അന്തിമ വാദം കേട്ട് വിധി പറയുന്ന സമയത്ത് കോടതിക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇപ്പോഴത്തെ ഉത്തരവിലേക്ക് വരാം. ഇതിൽ പ്രധാനമായിട്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് ഈ വഖഫ് സ്വത്തുക്കൾ, അത് ഗവൺമെൻറ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണെങ്കിൽ ആ വഖഫായിട്ട് കരുതപ്പെടുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുന്ന സമയത്ത് അത് മറിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സർക്കാർ വസ്തുവാണ് എന്നുള്ളതാണ് അനുമാനം എന്ന രീതിയിലുള്ള വ്യവസ്ഥയാണ് സെക്ഷൻ 3C. ആ വകുപ്പ് സുപ്രീം കോടതി വ്യക്തമായിട്ട് സ്റ്റേ ചെയ്തു. അങ്ങനെ ഒരു അനുമാനം എടുക്കാൻ പാടില്ല. ആ ഒരു വഖഫ് ട്രിബ്യൂണലോ അല്ലെങ്കിൽ ഒരു കോടതിയോ വിധി കൽപ്പിക്കുന്നവരെ ഈ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് സുപ്രീം കോടതി ഇടപെട്ട ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാൾ 5 കൊല്ലമെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ വഖഫ് ചെയ്യാവൂ, എന്നാലേ ആ വഖഫിന് നിയമസാധുതയുള്ളൂ എന്നുള്ളതാണ്. സുപ്രീം കോടതിക്ക് എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഇന്ന് മുസ്ലിമായിട്ട് പരിവർത്തനം ചെയ്യുന്ന ഒരാൾക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഒരു വഖഫ് ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉണ്ടാക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന വഖഫിന് എന്തുകൊണ്ട് നിയമസാധുത നൽകിക്കൂടാ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അത് ഒറ്റ കേൾവിയിൽ ശരിയാണ്. ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ
അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസം കാലത്തോ അല്ലെങ്കിൽ പിറ്റേൻ്റെ ഒരു ദിവസമോ വഖഫ് ചെയ്യുന്നതിന് ധാർമ്മികമായിട്ടോ മതപരമായിട്ടോ യാതൊരു തടസ്സമില്ല. നിയമപരമായിട്ടോ ഒരു തടസ്സം ഉണ്ടാക്കുന്നതിന് സാങ്കത്യമില്ല. പക്ഷേ സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ചില ആളുകൾ, ഞാൻ പറഞ്ഞ ഇസ്ലാം മതം കാലാകാലങ്ങളായിട്ട് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചല്ല, താൽക്കാലിക ലാഭത്തിന് വേണ്ടി മതപരിവർത്തനം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർ അന്യാധീനപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വസ്തുക്കൾ അവരുടെ പിടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി ഇത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വഖഫിന് നിയമസാധുത ഉണ്ടാകില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതിൻ്റെ പൊരുൾ എന്ന് ഞാൻ വിചാരിക്കും. ഏതുപോലെയെന്ന് വെച്ചാൽ ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഒക്കെ ഉള്ള ചില ആളുകൾ നിലവിൽ ഒരു ഭാര്യയും അതിൽ കുട്ടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് വേറൊരു സ്ത്രീയുമായിട്ട് പരിചയപ്പെടുന്നു, അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ കോടതിയിലെ ഒരു വിവാഹമോചന ഹർജിയുമായിട്ട് പോയി കുടുംബ കോടതിയെ ബോധ്യപ്പെടുത്തി, ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി, അപ്പീൽ തീർന്ന് സുപ്രീം കോടതിയിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു ഉണ്ടാവും, മിക്കവാറും ആൾ ചത്തുപോയിട്ടുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്നറിയോ, ഇത് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും ഉണ്ട്. ഈ സ്ത്രീയും പുരുഷനും താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യും, എന്നിട്ട് വിവാഹം കഴിക്കും. അപ്പോൾ ഇസ്ലാമിൽ ബഹുഭാര്യത്വം അനുവദനീയമായതുകൊണ്ട് ഇയാൾക്ക് ഹിന്ദുവായ ഒരു ഭാര്യ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരു ഭാര്യ നിലനിൽക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് താൽക്കാലികമായിട്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. രണ്ടുപേരും കടലാസിൽ മാത്രം മുസ്ലിങ്ങളായിട്ട് പരിലസിക്കുകയും ചെയ്യും. ഇതുപോലൊരു സംഗതി വഖഫിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ്. ഇപ്പോൾ സിവിൽ കേസിൽപ്പെട്ട് കൈവിട്ടു പോകാൻ പോകുന്ന വസ്തു അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഈട് കൊടുത്തിട്ടുള്ള വസ്തു, അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് മുസ്ലിമായിട്ട് കൺവെർട്ട് ചെയ്യുകയും ഈ വസ്തു വഖഫ് ചെയ്തു, ഇത് അള്ളാൻ്റെ വസ്തുവാണ്, ഇനി ആരും എടുക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കണ്ടിജൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വകുപ്പുണ്ടാക്കിയെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ അത് കോടതിക്ക് ബോധ്യമില്ല. കോടതി പറഞ്ഞാൽ അത് പറ്റില്ല. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് വഖഫ് ചെയ്യുന്നതിന് 5 കൊല്ലം കാത്തിരിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥ ലോജിക്കലല്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇനി മൂന്നാമത് കോടതി ഇടപെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആ മുസ്ലിം അംഗങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ ഏറ്റവും വലിയ വിമർശനം ഉണ്ടായത് ഈ കാര്യത്തിലാണ്. നമ്മുടെ പ്രേമേന്ദ്രൻ വരെ വളരെ ശക്തമായിട്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വിമർശിച്ചു. കോൺഗ്രസ്സുകാരും എല്ലാ പാർട്ടിക്കാരും വിമർശിച്ച ഒരു കാര്യം ഇതാണ്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദം സുപ്രീം കോടതിയിൽ നടന്നു. സുപ്രീം കോടതി വിധി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് അത് കുറച്ച് കഠിനം തന്നെയാണ്. സുപ്രീം കോടതി പറഞ്ഞത് അമുസ്ലിം അംഗങ്ങളാകാം, പക്ഷേ അതിനൊരു പരിമിതി വേണം. അതാര് തീരുമാനിക്കും എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി തന്നെ തീരുമാനിച്ചു. സുപ്രീം കോടതി പറയുന്നത് സംസ്ഥാന വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങൾ 3 പേര് വരെ ആകാം. അതായത് കേരള സംസ്ഥാന വഖഫ് ബോർഡിൽ 2 നായന്മാരും ഒരു ക്രിസ്ത്യാനി കൂടി വന്നാലും പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കേന്ദ്ര വഖഫ് ബോർഡിലാണെങ്കിൽ 4 പേര് വരെ ആകും. അപ്പോൾ ഒരു ബ്രാഹ്മണൻ, ഒരു കായസ്ഥൻ, ഒരു ക്രൈസ്തവൻ, പിന്നെ ഒരു OBC അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾ. അങ്ങനെ ആയിക്കഴിഞ്ഞാലും തകരാറൊന്നുമില്ല. വഖഫ് ബോർഡിൽ നായന്മാരും നമ്പൂരിമാരൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണരും കായസ്ഥരും ഉണ്ടാകുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികളും ജൈന മതക്കാരും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അവസാനം പറഞ്ഞു വച്ചേക്കണം. ഇതൊക്കെ സത്യത്തിൽ ഈ കേസ് കൊടുത്ത ആളുകൾക്ക് എന്തുമാത്രം ഗുണം ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ട് എന്നുള്ള അവർ തന്നെ ആലോചിച്ചാൽ മതി. ഇനി സുപ്രീം കോടതി ഇടപെടാതെ വിട്ടുകളഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ സംഗതി. കാലാകാലങ്ങളായിട്ട് വഖഫായിട്ട് കിടക്കുന്ന സംഗതികൾ, അതായത് മുഹമ്മദ് ഗോറിയുടെ കാലത്ത് അല്ലെങ്കിൽ ഗസ്നിയുടെ കാലത്ത് വഖഫ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ, ഔറംഗസീബിൻ്റെ വഖഫ്, ടിപ്പു സുൽത്താൻ്റെ വഖഫ്, ഇതിന് പറയത്തക്ക രേഖയൊന്നുമില്ല. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വഖഫ് ചെയ്യുന്നതിന് രേഖ അല്ലെങ്കിൽ രജിസ്റ്റർ സൂക്ഷിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അത് ഈ ഇങ്ങനെയുള്ള സംഗതികളുടെ രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു. വഖഫ് ബൈ യൂസർ ഏത് കാലത്തും വലിയ തർക്കവിഷയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇനിമേലിൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. സുപ്രീം കോടതി ആ വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചു. അതിന് അന്തിമ വിധി വരുമ്പോഴേ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ വിഷയത്തിൽ വലിയ ഒരു ആശങ്ക ഈ ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. അടുത്തത് ഈ ഗിരിവർഗ മേഖലകൾ, ആദിവാസി മേഖലകളിലുള്ള വസ്തുക്കൾ പുതിയതായിട്ട് കൺവെർട്ട് ചെയ്ത ആദിവാസി മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഈ നിയമത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും സുപ്രീം കോടതി ഇടപെടാൻ വിസമ്മതിച്ചു. കാരണം ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഗിരിവർഗ്ഗക്കാരുടെ അവകാശങ്ങളെ അത് ഏത് രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ
കോടതിക്ക് സംശയമുണ്ട്, ആശങ്കയുണ്ട് എന്ന കാരണത്തിൽ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമൊന്നുമല്ല. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നുള്ളതാണ്. ഒരിക്കൽ വഖഫായിട്ട് രജിസ്റ്റർ ചെയ്ത് എക്കാലവും വഖഫായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡ് ഒരു വസ്തു വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ എതിർകക്ഷിക്കാണുള്ളത്. അത് വലിയൊരു പ്രശ്നമാണ് ഈ അന്യസമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ വഖഫ് വസ്തുവിൽ താമസിക്കുന്ന ആളുകൾ, അവിടെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർ, വഖഫാണെന്ന് പറയപ്പെടുന്ന വസ്തുവിൽ, ഇപ്പോൾ മുനമ്പം പോലെയുള്ള വിഷയങ്ങളിൽ. അപ്പോൾ ഇത് വഖഫ് അല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? വഖഫ് ബോർഡിനല്ല, ഇതിന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്കാണ്. നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം ഈ നിയമ ഭേദഗതി കൊണ്ട് എന്താ വെച്ചാൽ ആ വ്യവസ്ഥ എടുത്ത് മാറ്റി. ഇപ്പോൾ അത് രണ്ടുപേർക്കും ഏതാണ്ട് തുല്യ അവകാശമാണ്. അല്ലെങ്കിൽ വഖഫ് ബോർഡ് തെളിയിക്കണം ഇത് വഖഫായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വഖഫാണ് എന്നുള്ളത്. ആ വ്യവസ്ഥയിൽ സുപ്രീം കോടതി വേണമെന്ന് വിചാരിച്ചാലും തൊടാൻ പറ്റുകയില്ല. കാരണം വെച്ചാൽ ഉണ്ടായിരുന്നൊരു വ്യവസ്ഥ എടുത്തു കളയുകയാണ് ചെയ്തത്. എടുത്തു കളഞ്ഞ വ്യവസ്ഥ കൂട്ടി യോജിപ്പിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. ഉള്ള വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനോ അസാധുവാക്കാനുള്ള അധികാരം മാത്രമേ സുപ്രീം കോടതിക്കുള്ളൂ. ഇല്ലാത്ത വ്യവസ്ഥ നട്ട് നനച്ച് വളർത്തി വികസിപ്പിച്ച് വലുതാക്കി കൊണ്ടുവരാനുള്ള അധികാരം ആരെയോ ഗുരുത്വം കൊണ്ട് സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അന്തിമവിധി ഏത് കൊല്ലത്തിൽ വരും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അന്ന് നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്നും പറയാൻ പറ്റില്ല. ഏതായാലും തൽക്കാലത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരു തിരശ്ശീല വീണിരിക്കുകയാണ്. ഇനി 6-7 കൊല്ലത്തേക്ക് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം. വലിയ കൊലപാതകങ്ങളോ കലാപങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.